സൂപ്പർ ഡ്യൂപ്പർ എക്സൈറ്റഡ്. എന്തിനാണെന്നല്ലേ, നമ്മളുടെ ഗൂഗിൾ പിക്സൽ തങ്ങളുടെ 2 ഫോണുകൾ പിക്സൽ 8ഉം പിക്സൽ 8 പ്രോയും നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് അയച്ചു തന്നിരിക്കുന്നു. ഇത് ഇപ്പോൾ ജസ്റ്റ് കൊറിയർ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം എന്തൊക്കെയാണ് ഈ ബോക്സിനകത്തുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഓ എൻ്റെ ദൈവമേ, ഇതേ ഇരിക്കുന്നു നമ്മുടെ പിക്സൽ 8 ദെൻ പിക്സൽ 8 പ്രോ. 2 ഫോണുകളും ഉണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഞാൻ നോക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇവരുടെ പിക്സൽ വാച്ച് 2 ഇവിടെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നറിയാനാണ്. ഇല്ല. അപ്പോൾ ഈ 2 ഫോണുകൾ ഉണ്ട്. ഓക്കെ, ആ ബോക്സിൻ്റെ തന്നെ ഒരു ചന്തം. പല ഫോണുകൾ നമ്മൾ കണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവിടെ ഗൂഗിളിൻ്റെ ലോഗോ ഉണ്ട്. മെയ്ഡ് ബൈ ഗൂഗിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ പിക്സൽ എന്ന് എഴുതിയിട്ടുണ്ട്. അടിപൊളി ബോക്സ്. ഇനി നമുക്ക് ഈ 2 ഫോണുകളും കൂടി അങ്ങോട്ട് അൺബോക്സ് ചെയ്യാം. പിക്സൽ 8ഉം പിക്സൽ 8 പ്രോയും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 7 പ്രോ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതിനു മുമ്പ് 6 പ്രോ നമ്മൾ ഇന്ത്യയിൽ ഇല്ലാഞ്ഞിട്ട് US നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ആദ്യം ഏത് അൺബോക്സ് ചെയ്യണം? 8 പ്രോ വേണോ 8 വേണോ? രണ്ടും എന്തായാലും ഈ വീഡിയോയിലുണ്ട്. ആദ്യം 8 തുടങ്ങാം. ഇതാ ഈ സ്റ്റിക്കർ ഇതുപോലെ ഇളക്കിയാൽ മതി. അവിടെ ഇരിക്കട്ടെ. നമുക്ക് 8 പ്രോ കൂടി അൺബോക്സ് ചെയ്യാം. യെസ്, അതും അവിടെ ഇരിക്കട്ടെ. 8 ഓപ്പൺ ആക്കാം ആദ്യം അല്ലേ? എൻ്റെ ദൈവമേ, അടിപൊളി കളർ താണത്തെ, സൂപ്പർ. നോക്കി, നല്ല കോമ്പാക്റ്റ്. ഇതിൻ്റെ പുറത്ത് ഇവിടെ ഇങ്ങനെ ഒരു പേപ്പർ സ്റ്റിക്കർ ഇളക്കി മാറ്റി. വേറെ ബോക്സിനകത്തുള്ളതെന്ന് പറയുന്നത് എൻ്റെ C2 USB ഒരു അഡാപ്റ്റർ ഉണ്ട്, C2C കേബിളുണ്ട്. വെറുതെ അതൊക്കെ ഇളക്കി ഞാൻ അതിൻ്റെ ഒരു ചന്തം കളയുന്നില്ല. പിന്നെ ഇതുപോലെ ഇതിൻ്റെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ തുടങ്ങിയൊക്കെ ഇങ്ങനെ പേപ്പറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്ലാസ്റ്റിക് ഇല്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇതാണ് പിക്സൽ 8ൻ്റെ ബോക്സ്. ഇനി നമുക്ക് 8 പ്രോ കൂടെ കാണണ്ടേ? പിക്സൽ 8 പ്രോ എടുക്കുന്നു. അടിപൊളി കളർ അല്ലേ? സൂപ്പർ. പക്ഷേ ഇത് ഗ്ലോസി. 8 വന്നിട്ട് നല്ല ഗ്ലോസി. 8 പ്രോ വന്നിട്ട് ഒരു മാറ്റ് ഫിനിഷ് പോലെ. മാറ്റ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, മാറ്റ് ഫിനിഷ് ആണ്. ഇതിനകത്ത് വേറെ ഉള്ളത് നേരത്തെ നമ്മൾ 8ൽ കണ്ട സെയിം ടൈപ്പ് ബോക്സ്. USB അഡാപ്റ്റർ ഉണ്ട്, ടൈപ്പ് C അഡാപ്റ്റർ ഉണ്ട്, അതുപോലെ C2C കേബിൾ, യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ. ഫോൺ ഇരിക്കുന്നു. ഇത് 8 പ്രോ വന്നിട്ട് ഇതിന്റെ ഡിസ്പ്ലേ കർവ് ആണോ എന്ന് ചോദിച്ചാൽ കർവ് അല്ല. എന്നാൽ കർവ് അല്ലേ എന്ന് ചോദിച്ചാൽ ചെറിയൊരു കുഞ്ഞ് ബെൻഡ് പോലെ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോയൊക്കെ, അതായത് 6 പ്രോയൊക്കെ നല്ല കർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നു. ഇത് കുറച്ചുകൂടി ഫ്ലാറ്റ് ആണെന്ന് വേണം പറയാൻ. എന്തായാലും 8 ആൻഡ് 8 പ്രോ. അപ്പോൾ ഇവർ തമ്മിൽ നോക്കിയേ, നല്ല സൈസിൽ കാര്യമായിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. ഇതിനകത്ത് ഇത്തവണത്തെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ 8 പ്രോയിലും 8ലും മെയിൻ ക്യാമറ സെൻസർ സെയിം സാധനമാണ്. അതാണ് ഇതിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. അതുപോലെ 8 പ്രോയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു കറുത്ത അടയാളം എക്സ്ട്രാ കാണുന്നുണ്ട് അല്ലേ? എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടെമ്പറേച്ചർ സെൻസറാണ്. സാധാരണ സ്മാർട്ട് ഫോണുകളിൽ അങ്ങനെ കാണാത്തൊരു സാധനമാണ് ടെമ്പറേച്ചർ സെൻസർ. എനിവേ, നമുക്കൊന്ന് ബൂട്ട് ചെയ്യണമല്ലോ അല്ലേ? രണ്ടും ഒരുമിച്ച് ഓൺ ചെയ്യാം. രണ്ടിലും ഗൂഗിൾ എന്ന് എഴുതി കാണിക്കുന്നു. ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഉണ്ടല്ലേ, അവർ കഴിഞ്ഞ പിക്സൽ 7 സീരീസ് 6 സീരീസിലൊക്കെ കണ്ട ഒരു സെയിം ഡിറ്റോ ഡിസൈൻ ലാംഗ്വേജ് അവർ ഒരുപോലെ പിടിച്ചിരിക്കുകയാണ്. വലിയ ബ്രാൻഡുകളെല്ലാം, അതായത് ഐഫോൺ, സാംസങ്, അതുപോലെ ഗൂഗിൾ പിക്സൽ, അതുപോലെ നത്തിങ്, ഇവരെല്ലാം ഇപ്പോൾ അവരുടെ ഡിസൈൻ സാച്ചുറേറ്റഡ് ആയി, അല്ലെങ്കിൽ അവരുടെ ടോപ്പ് നോച്ച് ഡിസൈനിലേക്ക് അവർ എത്തിച്ചേർന്നു. ഇനി അവർക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഡിസൈൻ അവർ കാര്യമായിട്ട് മാറ്റങ്ങൾ വരുത്തുന്നില്ല. ഈ ഒരു ഫോൺ റെഡി എന്ന് എഴുതി കാണിക്കുന്നു. രണ്ടും 2 കളർ തീമാണ്. ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കി, ആ ഫോണിൻ്റെ കളർ തീമാണ് അകത്തും നമുക്ക് കിട്ടുന്നത് ബൈ ഡിഫോൾട്ട്. അത് കൊള്ളാം. ഇതിപ്പോൾ ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെയും ഇതിൻ്റെ തീം ബ്ലൂ അല്ലേ? ഇതിൻ്റെ കളറാണ് ഇവിടെ കാണുന്നത്. ഇത് സെറ്റപ്പ് ആവുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് കാണാം. വലത്ത് സൈഡിൽ ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും രണ്ടും ഒരുപോലെ. അതുപോലെ സൈഡിലേക്ക് വരുമ്പോൾ കൈപിടിക്കാൻ പേടി. സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ USB Type C പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, ആൻറ്റിന ബാർ, അതെല്ലാം ഒരുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇടത് സൈഡിലായിട്ടാണ് സിം ട്രേ കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഇതുപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കാണും. 2 ഫോണിനകത്തും ഫിംഗർ പ്രിന്റ് സംവിധാനം ഇതുപോലെ ഇൻ ഡിസ്പ്ലേയിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ പൊസിഷനിങ് നോക്കിയേ, നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു പൊസിഷനിങ് ആണ്. കാരണം നമ്മൾ പല ഇൻ ഡിസ്പ്ലേ വരുന്ന ഫോണുകളുടെ ഫിംഗർ പ്രിന്റിൻ്റെ പൊസിഷനിങ് പറ്റി പറയുമ്പോൾ താഴെയാണ് പലപ്പോഴും കൊടുക്കുന്നത്. ഇതല്ല, കറക്റ്റ് നമ്മുടെ തമ്പ് കണ്ടില്ലേ, വന്ന് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം കറക്റ്റ് റെസ്റ്റിംഗ് പോയിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. യെസ്, നമ്മൾ 2 ഫോണുകളും നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത് കയറിയിട്ടുണ്ട്. 2-നകത്തെയും പുതിയ വാൾപേപ്പറൊക്കെ നല്ല രസമുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കളർ തീം അനുസരിച്ചിട്ടുള്ള വാൾപേപ്പറാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ബ്ലൂ കളർ ഫോണിന് ബ്ലൂ കളർ തീമിലുള്ള വാൾപേപ്പർ, ഈ ഒരു ഫോണിൻ്റെ കളറിലുള്ളതിന് അതിൻ്റേതായിട്ടുള്ള ഒരു വാൾപേപ്പർ, അങ്ങനെയുള്ള ഒരു രീതിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകെ ഇത്രയും ആപ്ലിക്കേഷൻസേ ഉള്ളൂ. ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസ് ഇത്ര മാത്രം. ഇതാണ് ഗൂഗിൾ പിക്സൽ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ആകെ ഗൂഗിളിൻ്റെ ആപ്പ് മാത്രം.
വേറെ അഡീഷണൽ ചവർ ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസ്. ഇനി പറയാൻ പോകുന്നൊരു കാര്യം ഒരു മുന്നറിയിപ്പാണ്. അതായത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ്. കാരണം എനിക്ക് ഇന്നലെ മാത്രമാണ് ഈ ഒരു ഫോൺ കയ്യിലേക്ക് കിട്ടിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാത്രി 7:40, അതായത് നിങ്ങൾ ഈ വീഡിയോ ഇന്ന് കാണുന്നെങ്കിൽ ഇന്നലെ രാത്രി, അതായത് തലേ ദിവസം രാത്രി 7:40 ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നാളെ ഇന്ത്യയിലുള്ള എല്ലാ യൂട്യൂബേഴ്സ് ഈ ഒരു ഗൂഗിൾ പിക്സലിൻ്റെ വീഡിയോ ഇടേണ്ട ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് സന്ധ്യയ്ക്ക് മാത്രമാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സമയം കിട്ടിയില്ല. ഇത് ജസ്റ്റ് അൺബോക്സ് ചെയ്യാനുള്ള ടൈമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ പേടിക്കേണ്ട, ഉടൻ തന്നെ ഈ 2 ഫോണുകളും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ, ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എല്ലാം നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യും. ഡോണ്ട് വറി, ഇപ്പോൾ ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്തിരുന്നാൽ മതി. ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.